ഇത് കട്ട് ചെയ്ത് ഓയിലിലേക്ക് ഇടുന്ന സമയത്ത് തന്നെ എനിക്കറിയാമായിരുന്നു ഇത് ഡബിൾ ആവും എന്നുള്ളത് കേട്ടോ. പൊങ്ങി വരുമെന്നൊക്കെ എനിക്ക് അറിയാമായിരുന്നു. പക്ഷെ ഇത് ട്രിപ്പിൾ ആയി പോയിട്ടോ. 3 ഇരട്ടിയിലധികം പൊങ്ങി പോയെന്ന് എനിക്ക് തോന്നുന്നു. എനിക്ക് ചട്ടിയിൽ ഫ്രൈ ചെയ്തെടുക്കാനൊന്നും പറ്റുണ്ടായിരുന്നില്ല. പിന്നെ 2 പാത്രത്തിലേക്കൊക്കെ മാറ്റേണ്ടി വന്നു. വെട്ട് കേക്കിന്റെ ആകൃതിയിൽ നമ്മൾ കട്ട് ചെയ്തൊന്നും എണ്ണയിലേക്ക് ഇടുന്നില്ല കേട്ടോ. ജസ്റ്റ് പീസസ് ആയിട്ട് അങ്ങ് ഇടുന്നേ ഉള്ളൂ. ഉരുളകളാക്കി ഇട്ടാൽ മതിയായിരുന്നു. പക്ഷെ എനിക്ക് ഞാൻ ഇത്തിരി അധികം സമയം വെച്ചതുകൊണ്ട് ഇച്ചിരി അധികം റബ്ബർ പോലെ ബലമായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് കട്ട് ചെയ്ത് പീസസ് ആയിട്ട് ഇട്ടെടുത്ത് നമുക്ക് നല്ല പെർഫെക്റ്റ് സ്ട്രക്ചറിലും ടേസ്റ്റിലും വെട്ട് കേക്ക് ഇങ്ങനെ റെഡിയാക്കാമെന്ന് നോക്കാം. പുറമേന്ന് നല്ല ക്രിസ്പിയും അകത്ത് നല്ല സോഫ്റ്റ് ഒക്കെ ആയിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ പലതരം ചേരുവയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഈ ഒരു കേക്കിന് വേണ്ടിയിട്ട് നമുക്ക് ചപ്പാത്തിക്കൊക്കെ പോലെ ഒരു ഡോ തയ്യാറാക്കണം. അതിനായിട്ട് 1.5 കപ്പ് മൈദ ആട്ടോ എടുത്തേക്കുന്നത്. ഇതിലേക്ക് 2 പിഞ്ച് സോഡാപ്പൊടി, 1/4 ടീസ്പൂൺ നിറച്ച് ഞാൻ എടുത്തിട്ടില്ല കേട്ടോ, കുറച്ച് കുറവാണ്. പിന്നെ 2 പിഞ്ച് കളർ ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടി ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം അതവിടെ മാറ്റി വെക്കാം. ഇനി ഒരു മിക്സിയുടെ ജാർ എടുക്കാം. അതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ച് വയ്ക്കാം. ഇനി നിങ്ങളുടെ ഇലക്ട്രിക് ബീറ്റർ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിലിട്ട് ബീറ്റ് ചെയ്തെടുത്താൽ മതി കേട്ടോ. മുട്ട പൊട്ടിച്ച് വെച്ച ശേഷം ഇതിലേക്ക് 6 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം കേട്ടോ. ഈ ഒരു മധുരം പാകമാണ്. ഇനി നിങ്ങൾക്ക് മധുരം കുറച്ച് കുറവൊക്കെ മതി എന്നുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ ഒക്കെ കുറയ്ക്കാം. ഇനി ഇതിലേക്ക് 4-5 ഏലക്ക ഒന്ന് പൊളിച്ചിട്ട് ഇട്ട് കൊടുക്കാം. ഇതിന്റെ തൊണ്ട് മാറ്റി കളയണമെന്നൊന്നുമില്ല കേട്ടോ. തൊണ്ടും കുരും എല്ലാം കൂടി അങ്ങ് ഇട്ട് കൊടുക്കാം. ഇനി നിങ്ങളുടെ ഏലക്കയുടെ പൊടി ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഇട്ടാൽ മതി കേട്ടോ. 1/2 ടീസ്പൂണിന് താഴെ ആയിട്ട് ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ 1/3 ടീസ്പൂൺ. ഇനി ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. മിക്സി ചൂടാവരുത് കേട്ടോ, നിർത്തി അടിച്ചാൽ മതി. പഞ്ചസാരയും മുട്ടയായിട്ട് നന്നായിട്ട് അരിഞ്ഞ് ചേരണം. ഇല്ലാന്നുണ്ടെങ്കിൽ കേക്ക് കഴിക്കുമ്പോൾ ഒരു സോഫ്റ്റ്നെസ് അനുഭവപ്പെടില്ല, ഒരു തരിതരിപ്പ് പോലെ വരും. ഇതിലേക്ക് ഇപ്പം ഞാൻ ഇട്ട് കൊടുത്തത് തൈരാട്ടോ. 2 ടേബിൾ സ്പൂൺ തൈര് ഇട്ട് കൊടുത്തിട്ടുണ്ട്. തീരെ പുളിയില്ലാത്ത തൈരല്ല കേട്ടോ, അത്യാവശ്യം പുളിയുള്ള തൈര് തന്നെയാണ്, ഭയങ്കര പുളിയല്ല. വീണ്ടും നന്നായിട്ട് അടിച്ചെടുത്ത ശേഷം അതോടെ മാറ്റി വെക്കാം. കേക്കിനുള്ള പൊടി നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത് കുഴക്കാൻ പറ്റിയൊരു പാത്രത്തിലേക്ക് ഞാൻ മാറ്റുന്നുണ്ട് കേട്ടോ. ഇതിലേക്ക് നമ്മൾ അടിച്ചെടുത്ത മിക്സ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നമ്മുടെ കൈ വെച്ച് തന്നെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. ഇതിലേക്ക് വെള്ളം കുറവ് തോന്നാന്നുണ്ടെങ്കിൽ പാലാട്ടോ ഒഴിച്ചു കൊടുക്കേണ്ടത്. ഞാനിവിടെ ഒരു ഡോ തയ്യാറാക്കിയിട്ടുണ്ട് കേട്ടോ. ഇതിൽ അത്യാവശ്യം നല്ല ബലമുണ്ട്. അപ്പൊ ഞാൻ ഒത്തിരി ഒന്ന് അയവാക്കാൻ വേണ്ടി 1 ടേബിൾ സ്പൂൺ പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ആവശ്യം വരാന്നുണ്ടെങ്കിൽ വീണ്ടും പാൽ ഒഴിച്ചു കൊടുക്കേണ്ടി വരും കേട്ടോ. ഇനി നിങ്ങൾക്ക് വെള്ളം കൂടി പോയേക്കാണ്, ഭയങ്കരമായിട്ട് ഡോ ലൂസ് ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് മൈദപ്പൊടി ഇട്ട് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. അത്യാവശ്യം ചെറിയൊരു മയത്തിൽ ഞാനിവിടെ ഡോ തയ്യാറാക്കി എടുത്തിട്ടുണ്ടെങ്കിൽ കുറച്ച് ഓയിലും കൂടി ഒഴിച്ച് ഞാൻ ഒന്നും കൂടി ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഓയിലോ ഗീയോ എന്താണോ നിങ്ങളുടെ കയ്യിലുള്ളത് അത് ഒഴിച്ചെടുക്കാൻ. ഞാൻ ഗീ ആട്ടോ എടുത്തേക്കണേ. അത് 1 ടേബിൾ സ്പൂൺ 2 ടേബിൾ സ്പൂൺ ഒഴിച്ചെടുത്ത് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്ത ശേഷം നമുക്കിത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. ഡോ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുന്ന പാത്രത്തിൽ കുറച്ച് ഓയിൽ അല്ലെങ്കിൽ ഗീ ഒഴിച്ചെടുക്കാം. ഡോയുടെ പുറത്തും കുറച്ച് ഗീ ഒഴിച്ചെടുക്കാം കേട്ടോ, അല്ലെങ്കിൽ ബലം പിടിക്കും. ഇനി ഒരു നനഞ്ഞ ക്ലോത്ത് എന്തെങ്കിലും വെച്ച് മൂടി ഒരു 4 മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം കേട്ടോ. ഞാനിത് രാവിലെ ജോലിക്ക് പോകുന്നതിന് മുമ്പാട്ടോ കുഴച്ച് വെച്ചത്. ഒരു 7-8 മണി ആ സമയത്താണ് കുഴച്ച് വെച്ചത്. പിന്നെ ഇത് ചുടുന്നത് 5-6 മണി ആ ഒരു സമയത്താട്ടോ. ഇപ്പം ഇത് നന്നായിട്ട് സെറ്റായിട്ട് ഇരിപ്പുണ്ട്. ഇത് ഇനി നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് കുഴച്ചെടുക്കാം കേട്ടോ, കൗണ്ടർ ടോപ്പിലേക്ക് മാറ്റിയിട്ട്. എൻ്റെ ഈ ഒരു മാവ് കൂടുതൽ സമയം റെസ്റ്റ് ചെയ്തിരുന്നോണ്ട് ഓവറായിട്ട് അങ്ങ് സെറ്റ് ആയി പോയിട്ട് അപ്പൊ പരത്തുമ്പോഴൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. കണ്ടില്ല, ഇച്ചിരി റബ്ബർ മാതിരിയാണ്. നമ്മൾ പരത്തുമ്പോൾ വിചാരിക്കുന്ന മാതിരി അങ്ങോട്ട് പരന്ന് വന്നില്ല. വീണ്ടും റബ്ബർ പോലെ അങ്ങോട്ട് വലിഞ്ഞങ്ങോട്ട് ഒട്ടിപ്പോരാണ്. അപ്പൊ ഞാൻ ഒന്നും കൂടി ഒന്ന് ചുറ്റെടുത്തിട്ട് വീണ്ടും നീളത്തിലൊന്ന് പറ്റിയെടുക്കാണ്. അപ്പൊ നിങ്ങൾ ഉണ്ടാക്കുന്ന സമയത്ത് ഓവറായിട്ട് റെസ്റ്റ് ചെയ്യാൻ വെക്കണ്ട കേട്ടോ. മാക്സിമം 4 മണിക്കൂർ അത്രയും വെച്ചാൽ മതി. അങ്ങനെ ഇത്രയും ഞാൻ പരത്തിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് കംപ്ലീറ്റ് ആയിട്ട് അങ്ങോട്ട് പരക്കണില്ല, ഇച്ചിരി വീണ്ടും റബ്ബർ പോലെ അങ്ങോട്ട് ചുരുങ്ങി വരാണ്. ഞാനിത് ഇത്രയും പരത്തുന്നുള്ളൂ. അത് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇഷ്ടമുള്ള വലുപ്പത്തിൽ കട്ട് ചെയ്തെടുക്കാം. ഏകദേശം എല്ലാവരും ഒരേ വലുപ്പത്തിൽ തന്നെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. നിങ്ങൾക്കത് വേണമെന്നുണ്ടെങ്കിൽ വെട്ട് കേക്കിന്റെ മറ്റേ ആ പൂവിന്റെ ആകൃതിയിൽ അങ്ങനെ കട്ട് ചെയ്തെടുക്കാം. അതല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ ചെറിയ ചെറിയ ഉരുളകളായിട്ട് ഡയറക്റ്റ് എണ്ണയിലേക്ക് ഇടാം. ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ചെറുതാക്കി എടുത്തിട്ട് ഡയറക്റ്റ് എണ്ണയിലേക്ക് ഇടാം കേട്ടോ. ഓൾറെഡി ഇത് പൊട്ടി പൊങ്ങി വരും. അപ്പൊ നമ്മൾ പൂവിന്റെ ആകൃതിയിൽ കട്ട് ചെയ്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. കട്ട് ചെയ്തതൊക്കെ ഞാനിവിടെ വെടിപ്പിച്ചൊന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ എണ്ണ ചൂടായ ശേഷം അതിലേക്ക് ഇട്ട് കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായ ശേഷം തീരെ സിമ്മിലേക്ക് കുറച്ചിടാം കേട്ടോ. തീരെ കുറച്ചിടാം. ഏറ്റവും ചെറിയ അടുപ്പ് ഏതാണോ അത് കത്തിച്ചാൽ മതി കേട്ടോ. എണ്ണ ആദ്യം തന്നെ ഒന്ന് ചൂടാവണം. ചൂടായി വന്ന ശേഷം സിമ്മിലേക്ക് ഇട്ടിട്ട് ഓരോന്നോരോന്നായിട്ട് ഇതുപോലെ അങ്ങ് ഇട്ട് കൊടുക്കാം. എണ്ണ പുകഞ്ഞിട്ട് ഇടാൻ നിൽക്കരുത്, പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോവും, ഉള്ളു വേവില്ല. ടെസ്റ്റ് ചെയ്യാനായിട്ട് ഒരു ചെറിയ പീസ് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. ഒരു 10 സെക്കൻഡെങ്കിലും എടുത്തിട്ട് അത് പൊങ്ങി വരാവുള്ളൂ. ആ ഒരു തീയിൽ ഇട്ട് കൊടുക്കാവുള്ളൂ കേട്ടോ. തീ കൂടി പോയാൽ ഓഫാക്കിയിട്ട് തീ ഒന്ന് കുറഞ്ഞ ശേഷം മാത്രം ഇട്ട് കൊടുത്താൽ മതി. ഏറ്റവും കുറഞ്ഞ തീയിൽ ഒരു 8 മിനിറ്റ് എങ്കിലും എടുക്കും കേട്ടോ അത് കുക്കായി വരാനായിട്ട്. അപ്പൊ ഞാനിത് 2 പ്രാവശ്യമായിട്ട് ഇടുന്ന ഒരു മടിയും കൊണ്ട് ഒക്കെ കൂടി അങ്ങ് ഇട്ട് കൊടുത്തു. ഇപ്പൊ എനിക്ക് പറ്റിയെന്താന്ന് വെച്ചാൽ ഇത് പൊങ്ങി വന്നു കഴിഞ്ഞപ്പോൾ ഇതിന് കിടക്കാനുള്ള സ്ഥലമില്ല, കംപ്ലീറ്റ് ഒക്കെ കൂടി തിങ്ങി പോയി കേട്ടോ. അതുകൊണ്ട് തന്നെ ചെറുതായിട്ട് ഓരോന്നൊക്കെ പൊട്ടിയും പോയി. അപ്പൊ നിങ്ങൾ ഇടുമ്പോൾ ഒരു പകുതിയിൽ ഭാഗം മാത്രം ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഇത് ഇരട്ടിയിൽ കൂടുതലായിട്ട് പൊങ്ങി വരും. എനിക്ക് അറിയാമായിരുന്നു ഇത് പൊങ്ങി വരുമെന്നെങ്കിലും ഇത്രയൊക്കെ അങ്ങ് പ്രതീക്ഷിച്ചില്ല കേട്ടോ. ഇതിപ്പോ ഞാൻ ഇച്ചിരിയും കൂടി കഴിയുമ്പോൾ ഒന്നും കൂടി ഇത് പൊങ്ങി വരുമ്പോഴത്തേനും ഇതിനൊട്ടും കിടക്കാൻ സ്ഥലമില്ലാണ്ടാവാണ്. അതുകൊണ്ട് ഞാൻ പകുതി വേറൊരു ചട്ടിയിലേക്ക് മാറ്റുന്നുണ്ട് കേട്ടോ. കുറച്ച് കഴിയുമ്പോൾ അപ്പുറത്ത് മറ്റൊരടുപ്പ് കത്തിച്ച് ഞാൻ ഓയിൽ ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട്. ചൂടായി കഴിയുമ്പോൾ ഇതിൽ നിന്ന് കുറച്ചെടുത്ത് അതിലേക്ക് ഞാൻ അങ്ങ് മാറ്റും.
നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയം രാവിലെ 6 മണിക്കായിട്ട് മാറ്റിയിട്ടുണ്ട് കേട്ടോ. എല്ലാവരും വീഡിയോ കാണാൻ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പൊ ഈ ഒരു റെസിപ്പിയുടെ അഭിപ്രായം നിങ്ങൾ കമന്റ് ചെയ്യുക. ഇതിപ്പോ ഒരു 8 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോ ആയിട്ടുണ്ട് കേട്ടോ. നല്ല അകത്തൊക്കെ നല്ല സോഫ്റ്റ് ആണ്, പുറമേന്ന് ചെറുതായിട്ടൊരു ക്രിസ്പി ഒക്കെ ആയിട്ടുണ്ട്. ഞാനിത് കുറച്ച് അപ്പുറത്ത് വേറൊരു ചട്ടിയിലെ എണ്ണയിലേക്ക് മാറ്റുന്നതാട്ടോ. എനിക്ക് ഇത്തിരിയും കൂടി ക്രിസ്പിനെസ് വേണം. അതിനായിട്ട് ഞാൻ ഒന്നും കൂടി ഒന്ന് ക്രിസ്പി ആക്കിയിട്ട് എടുക്കുന്നുള്ളൂ കേട്ടോ. നിങ്ങൾക്ക് നല്ല സോഫ്റ്റ് ആയിട്ടാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് എടുക്കാം കേട്ടോ. എല്ലാവരും കംപ്ലീറ്റ് കുക്ക് ആയിട്ടുണ്ടാവും. 8 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇട്ടാൽ മതി. തീ ഒട്ടും കൂട്ടി വെക്കരുത് കേട്ടോ. ഈ കംപ്ലീറ്റ് സമയത്ത് ഞാൻ ഒട്ടും തീ കൂട്ടിയിട്ടില്ല. ഒരു 2 മിനിറ്റും കൂടി കഴിഞ്ഞപ്പോഴത്തേനും നല്ലോണം ക്രിസ്പി ആയിട്ടുണ്ട് കേട്ടോ. കംപ്ലീറ്റ് ക്രിസ്പി ആയിട്ടുണ്ട്. ഉള്ളിൽ ഇച്ചിരി മാത്രം സോഫ്റ്റ്നെസ് ഉണ്ടാവുള്ളൂ. ആ സമയത്ത് ഞാനിത് കോരിയെടുക്കാം കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് നല്ല സോഫ്റ്റ്നെസ് വേണമെന്നുണ്ടെങ്കിൽ 8 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ല, ആ ഒരു സമയത്ത് എടുത്താൽ മതി. അങ്ങനെ ഒരു ട്രിപ്പ് എണ്ണയിൽ നിന്ന് സ്ട്രെയിൻ ചെയ്ത് ഞാൻ എടുത്തിട്ടുണ്ട്. മറ്റേ ചട്ടിയിൽ വെച്ചതും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി ലാസ്റ്റ് ട്രിപ്പാണിത്. കംപ്ലീറ്റ് സ്ട്രെയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ വെട്ട് കേക്ക് അല്ലെങ്കിൽ മുട്ട കേക്ക് അല്ലെങ്കിൽ പിന്നെ ഫ്രൈഡ് കേക്ക് എന്നും പറയും, അത് നമ്മുടെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ ഇട്ട് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരാഴ്ച 2 ആഴ്ച ഒരു മാക്സിമം ഒരു മാസം വരെയൊക്കെ ഉപയോഗിക്കാം കേട്ടോ. ഞാനിത് പൊട്ടിച്ച് കാണിക്കുന്നുണ്ട്. കണ്ടോ, പുറമേന്ന് നല്ല ക്രിസ്പിയും അകത്ത് ഇച്ചിരി സോഫ്റ്റ്നെസ്സും ഉണ്ട്. അപ്പൊ ഞാൻ 8 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ നമ്മൾ എടുക്കാന്നുണ്ടെങ്കിൽ ഇതിനേലും സോഫ്റ്റ് ആയിരിക്കും കേട്ടോ അകത്ത്. അപ്പൊ എനിക്ക് ഇച്ചിരി ക്രിസ്പി ആയിട്ടാണ് ഇഷ്ടം. അപ്പൊ ഞാൻ ഈ ഒരു രീതിയിൽ എടുത്തത്. കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. മുട്ടയുടെ ആ ചൊവ്വ ഒന്നും അറിയണില്ല. ചെറിയ ഏലക്കയുടെ ഒരു ടേസ്റ്റും എല്ലാം കൊണ്ടും നല്ല ടേസ്റ്റ് ഉണ്ട്. നമുക്ക് ഇത് ചായയുടെ ഒപ്പൊക്കെ കഴിക്കാനായിട്ട് എടുത്തു വെക്കാം. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. എല്ലാവരും വീണ്ടും വരാം. നമ്മൾ ഡെയിലി അല്ലെങ്കിൽ 1-2 ഒക്കെ വെച്ച് വീഡിയോസ് ഇടുന്നുണ്ട് കേട്ടോ. ഡെയിലി ഇടാൻ ഇപ്പം അങ്ങനെ പറ്റില്ല. താങ്ക് യു.